Hello, welcome to Market Discussion of the Day. Today, August 18, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേ നമുക്ക് US പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ ആ മീറ്റിങ്ങിനകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. സോ ആ മീറ്റിംഗ് നടക്കുന്ന സമയത്താണെങ്കിലും ഒരു 3 മിനിറ്റ് കൊണ്ട് ഡിസിഷൻ എടുത്തിട്ട് ട്രംപ് എന്താ പറയുക പീസ് ഡീൽ അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് വരികയും അതിന് അനുസരിച്ചിട്ടുള്ള സാങ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ടാണെങ്കിലും മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ കാരണം ഒരു തീരുമാനത്തിലോട്ട് വന്നില്ല, ഒരു പ്രോഗ്രസ് ഉണ്ടായി എന്നുള്ള ഒരു അപ്ഡേറ്റ് മാത്രമേ രണ്ട് സൈഡിൽ നിന്നും പറഞ്ഞിട്ടുള്ളൂ. അവരൊന്നും വിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബേസിക്കലി വന്നിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പം വന്നിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമാധാന കരാർ വന്നതിന് ശേഷം മാത്രം ഒരു സീസ് ഫയർ നടക്കുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റഷ്യൻ പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും തമ്മിലുള്ള US പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും തമ്മിലുള്ളൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ അതിനകത്ത് UK പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ ലീഡേഴ്സും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. സോ ഇന്ന് എന്തായി തീരും എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു ന്യൂസ് തന്നെയാണ്. ഓക്കെ, സോ അതേപോലെ എന്താ പറയുക, നമുക്ക് ഈ ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസ് ഇതാണ് ന്യൂസും കാര്യങ്ങളും. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസും അതേപോലെ ഇന്ന് നടക്കാൻ പോകുന്ന ന്യൂസും ഈ ആഴ്ചത്തോടെ അതിനകത്തൊരു തീരുമാനമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത് എങ്ങോട്ട് പോകും, വാറ് തീരുമോ അതോ ഇതൊരു വലിയൊരു വാറായി തീരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ പുതിയൊരു വീക്ക് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡ് എക്കണോമിക് കലണ്ടറിലുള്ള ന്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കി കാണാം. സോ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്ന വെള്ളിയാഴ്ച ഉള്ള ഫെഡ് ചെയറിൻ്റെ സ്പീച്ചാണ്. ഓക്കെ, സോ ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയെന്നുള്ള കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോറക്സ് ട്രേഡിംഗ് ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് സാധാരണ പോലെ ഒരു ക്രാഷ് കോഴ്സ് അല്ല. 2 വീക്കിൽ പണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് പോലെ 2 വീക്കിൽ 10 to 12 ഡേയ്സിൽ വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും. സോ നേരത്തെ എന്താ പറയുക, പല ആൾക്കാരും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഓൾമോസ്റ്റ് ഒരു 10 to 12 ഡേയ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. ഈ ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കാമെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കർ ഏതാണ്, ഇന്ത്യയിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള എല്ലാ വിഡ്രോവൽ ആണെങ്കിലും റെഗുലേഷൻസിനകത്താണെങ്കിലും ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രോക്കർ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. സോ എല്ലാ രീതിയിലുള്ള റെഗുലേഷൻസും UK ബേസ്ഡ് റെഗുലേഷൻസ്, UAE ബേസ്ഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള എന്താ പറയുക, നമ്മളുടെ $100,000 വരെ ലോയ്ഡ്സ് ബാങ്കിൽ നിന്ന് ഇൻഷുർഡ് ആയിട്ടുള്ള ടൈറ്റ് സ്പ്രെഡും വളരെ ഈവൻ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രോക്കറാണിത്. അതിൻ്റെ കൂടെ അവർ നല്ല രീതിയിലുള്ള പ്രൊമോഷണൽ ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, സോ പ്രൊമോഷനെ കുറിച്ച് അറിയാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറിൽ ഒരു അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിൽ നിന്ന് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും ഞാൻ നിങ്ങളെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മളുടെ വിഡ്രോവലിനൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ബ്രോക്കറാണ് കേട്ടോ. വിഡ്രോവലിനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളെ വിഡ്രോവലെല്ലാം നടന്നു പോവുകയും ചെയ്യുന്നൊരു ബ്രോക്കറാണെന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്താ പറയുക നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് ഈ ആഴ്ചത്തെ ന്യൂസുകളിലോട്ട് വരുമ്പോൾ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗ് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ,
സോ നാളെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ്സിൻ്റെ ന്യൂസ് ഉണ്ട്. വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിംഗ് 1:30 മണിക്കാണ് നമുക്ക് ആ ഒരു ന്യൂസ് വരുന്നത്. പിന്നീട് നമുക്ക് വേറെ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം കാണാം. നാളെ നമുക്ക് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് പോവാം. GBPന്ന് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ബുധനാഴ്ച 7 മണിക്ക്, രാവിലെ 7 മണിക്കാണ് ആ ന്യൂസ് വരുന്നത്. അതിനുശേഷം ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട് 8:10. ഓക്കെ, യൂറോ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് ബുധനാഴ്ച വരുന്നുണ്ട്. അപ്പോൾ യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ബുധനാഴ്ച ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എല്ലാ ബുധനാഴ്ചയും വരുന്ന ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനുശേഷം വ്യാഴാഴ്ച നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം എല്ലാ വ്യാഴാഴ്ചയും വരുന്ന ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഉണ്ട് 3 മണിക്ക്. സോ അതും ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വെള്ളിയാഴ്ച പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച ഇതല്ല, GDP അനൗൺസ്മെൻ്റ് ഉണ്ട് യൂറോ സോണിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്. വൈകുന്നേരം 3 മണിക്കുള്ള ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് കഴിഞ്ഞ NFP നോൺ ഫാം പേറോൾ വന്നപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ന്യൂസ് വന്നു. റീറ്റെയിൽ സെയിൽസ് വന്നപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് വന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ഈ ആഴ്ചത്തെ CPI വന്നപ്പം അത് നെഗറ്റീവായിട്ട് വന്നു. സോ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ നെഗറ്റീവായിട്ട് വരികയും അതിനകത്ത് പല നെഗറ്റീവ് ന്യൂസ് കൊടുത്തിട്ടുള്ള ഓഫീസേഴ്സിനെ ട്രംപ് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഫെഡ് ചെയർ പവൽ റിസൈൻ ചെയ്ത് പുറത്തു പോകണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ എന്താ പറയുക ട്രംപ് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഫെഡ് ചെയർ പറയാൻ പോകുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോകണം. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എനിക്ക് നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിൽ നിന്ന് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ വെള്ളിയാഴ്ച നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 147.43 എന്ന് പറയുന്ന റേഞ്ചിലാണ്. നമ്മൾ വെള്ളിയാഴ്ചയും 147, 148 എടുത്തിട്ട് സെല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കിട്ടുകയും അത് ഓൾമോസ്റ്റ് ഒരു 100-150 പിപ്പോളം മൂവ് ചെയ്യുകയും ചെയ്തു. സോ സെയിം തന്നെയാണ് ഇപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് അൺസർട്ടനിറ്റീസോ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല എങ്കിൽ ഇങ്ങനെ തന്നെ 146 to 148 എന്ന് പറയുന്ന റേഞ്ചിൽ തടന്ന് അപ്പ് ആൻഡ് ഡൗൺ കളിക്കാനായിട്ടുള്ളൊരു ചാൻസസ് മാത്രമേ JPYയിൽ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു മൂവ്മെൻറ്റ് JPYയിൽ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഓക്കെ, സോ JPY നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു പ്രോഡക്റ്റും കൂടെയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. JPYയിൽ 148 അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ സെല്ല്, 146 അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബൈ. 146 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർ 145.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക. 148 സെല്ല് എടുക്കുന്ന ആൾക്കാർ 148.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇങ്ങനെ ഇടുമ്പോൾ 146 നിന്ന് വാങ്ങുകയാണ്, അങ്ങനെയാണെങ്കിൽ 145.40 നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. $6 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ടു മിനിമം $9 എങ്കിലും ടേക്ക് പ്രോഫിറ്റ് വെക്കണം. അതായത് 146 എന്താ പറയുക 9 എന്ന് പറയുന്ന റേഞ്ചിലെങ്കിലും നിങ്ങൾ ടേക്ക് പ്രോഫിറ്റ് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും നിങ്ങളൊരു $8 നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ $12 ടേക്ക് പ്രോഫിറ്റ് വെക്കണം. അറ്റ്ലീസ്റ്റ് 1:1.5 റേഷ്യോയിലെങ്കിലും അത് ചെയ്യണം എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞു പോവുകയാണ്. ടേക്ക് പ്രോഫിറ്റ് വെക്കാതെ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ഓവർ എ പോയിന്റ് ഓഫ് ടൈം നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാനും സാധിക്കും. ഓക്കെ, സോ അതാണ് എനിക്ക് JPYയിലുള്ളത്. നമ്മൾ യൂറോയിലോട്ട് വരും. യൂറോയും GBP നമ്മൾ ലോങ്ങർ ടേമിലോട്ട് മേടിച്ചിടാനായിട്ടാണ് കൂടുതലും പറയുന്നത് അല്ലേ. സോ വാറിനകത്തൊരു തീരുമാനമാവാത്തത് കൊണ്ടിട്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ യൂറോ ഒന്നും കൂടെ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി എല്ലാം ഉണ്ട്. സോ യൂറോ 1.1500 അവിടുന്ന് ബൈ, 1.1800 അവിടുന്ന് സെല്ല്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടണം. 1.1500 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.140 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം, നിർബന്ധമാണ്. ഓക്കെ, 1.1800 അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 1.1840 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടിയും വരും. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP 1.353 നിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1.3500 എന്ന് പറയുന്ന അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഞാൻ എപ്പോഴും പറഞ്ഞു പോകുന്നൊരു ബൈ.
ഓക്കെ, ലോങ്ങർ ടേമിലോട്ട് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 1.3523 വരെയൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ളൂ കേട്ടോ. സോ നമുക്ക് ഇവിടുന്ന് എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ 1.3510 ഒക്കെ കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ബൈ മാത്രമേ ഉള്ളൂ GBPയിൽ സെല്ല് എടുക്കുന്നതിനകത്തോട്ട് യാതൊരു റെക്കമെൻഡേഷനും ഞാൻ പറയുന്നതുമില്ല. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ 3349 നിൽക്കുന്നു. ഇനി എങ്ങോട്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ ന്യൂസിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമുക്ക് 3330 ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ 30ൻ്റെ താഴോട്ട് പോയി ഒരു 20 റേഞ്ചിലൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 20ൻ്റെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ലോട്ടിൽ ബൈ ചെയ്ത് തുടങ്ങാം. 3300 എന്ന് പറയുന്ന അവിടെ നിന്ന് ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയും ഇല്ലാത്തൊരു ദിവസമാണ്. ഓക്കെ, സോ 3360ൻ്റെ മുകളിൽ ആയിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ നിന്ന് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. സീസ് ഫയർ എന്ന് പറയുന്ന ന്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. 2-3 വർഷം 4 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന വാറിൻ്റെ അവസാനം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കല്ലേ. എന്തായി തീരുമെന്ന് അറിയില്ല. സോ എനിവേയ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും പുതിയ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറിൽ എടുത്ത് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ് എന്നെടുത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.